ചാനൽ സ്മാർട്ട് ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ഒരു ചെറിയൊരു പരിപാടിയുണ്ട്. കാരണം നമ്മൾ രാവിലെ നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ ഒരു പുള്ളിക്കാരുണ്ട്. ആ ഒരു പുള്ളിക്കാരനെ നമ്മൾ വിളിച്ചു നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞത് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഒരു മിഷൻ തരാം. അതായത് ആ ഒരു മിഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മിഷൻ നമ്മൾ ചെയ്ത് കൊടുക്കണം. പുള്ളിക്കാരൻ നമുക്ക് അത് തരും, പകരം നമ്മൾ ക്യാഷ് കൊടുക്കണം. എത്ര മിഷനായിട്ടും പറ്റത്തില്ല. എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഒരു 5 വണ്ടി നമുക്ക് സ്റ്റീലാണ്. അത് 5 സ്ഥലത്താണ്. ഓക്കെ, അതാണ് സീൻ. നമ്മൾ നേരെ ഇപ്പോൾ നമ്മുടെ മഹേന്ദ്ര താർ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ കളറൊന്ന് മാറ്റണം നമ്മൾ ഓർത്താണ്. എന്തായാലും ഇന്ന് നടക്കത്തില്ല. ഇതിൻ്റെ കളർ ബ്ലാക്ക് ആക്കിയ നല്ല രസമായിരിക്കും. ഓക്കെ, നമുക്ക് നേരെ ഇതുവഴി നൈസായിട്ട് എടുത്തുകൊണ്ട് പോകാം. അയ്യോ, സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ. ഓക്കെ, എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇടാൻ നല്ല പേടിയുണ്ട്. എല്ലാം നമ്മളിതേ എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മുടെ റെക്കോർഡർ സൈഡ് കുഴപ്പമില്ല. നമ്മൾ പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മുടെ വെബ്ക്യാം വേണമെങ്കിൽ വേണ്ട, ഇപ്പം തന്നെ നമുക്ക് വെബ്ക്യാം പകുതി കൊണ്ട് വെബ്ക്യാം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിത് വെബ്ക്യാം വെച്ചിട്ട് വരാം. നമ്മൾ നമ്മുടെ വെബ്ക്യാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തോ ഒരു ലാഗ് അടിക്കുന്നുണ്ട് വെബ്ക്യാം വെച്ചപ്പം. ഓക്കെ, ഓഫാക്കേണ്ടി വരുമോ? ഓക്കെ, നമ്മൾ നേരെ നമുക്ക് ഇതേ വണ്ടി കാണാതെ സ്റ്റീൽ ചെയ്യാൻ പോകാം. അതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി ഈ ഒരു പോലീസുകാരൊക്കെ അങ്ങോട്ട് എത്തും. അപ്പോൾ നമുക്ക് പോലീസുകാരുടെ അടുത്ത് ചെറിയൊരു പരിപാടി ചെയ്യണം. എന്തായാലും അവർ പോകത്തില്ലെന്നറിയാം. എങ്കിലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ചിലപ്പം നടന്നാലും ഓക്കെ. നമ്മൾ നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ചെറിയൊരു കള്ളത്തെടുപ്പ് ചെയ്യാൻ പോകണം. നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു സീൻ ഉണ്ടാകും. കാരണം നമ്മുടെ ക്യാമറ അപ്പം നമുക്ക് വെക്കാൻ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. നമ്മുടെ ക്യാമറ നമുക്കൊന്നും ചെറിയ അങ്ങനെയില്ല. നമുക്കിതേ പോലീസുകാരോട് പോയി ചോദിക്കാം. സോറി സാറേ, അറിയാതെ കയറിയതാണ്. ഓക്കെ സാർ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രസീലും പോയിട്ട് ഓക്കെ, അർജൻറ്റീനയിൽ നമ്മുടെ മെസ്സി വന്നിട്ടുണ്ട്. അതല്ല വീണ്ടും സോറി സാർ. നമ്മുടെ അർജൻറ്റീനയിൽ ചെറിയൊരു ഇതുണ്ട്. അപ്പം സാറുമാരൊക്കെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കാരണം രണ്ടുപേരെ ഒരാൾ ആരൊക്കെയോ ഇങ്ങനെ കൊന്നിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാറുമാരൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നത് നല്ലതാണ്. ബ്രസീൽ പോലീസിനൊന്നും പിന്നെ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നമ്മുടെ ഇന്ത്യ പവറല്ല സാറേ, പോയി ചോയിര്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സെക്യൂരിറ്റിക്കാരെ പോവാണ് അസലാണ്. ഒന്നുമില്ല. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ വണ്ടി കയറി പോവല്ല, വണ്ടി പോയി കയറുവാണ്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി കയറി പോവാം. ഓക്കെ, നമ്മുടെ താറെടുത്തിട്ട് ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പം ഒരു വീട്ടിലേക്കാണ്. ഒരു മില്യണയറിൻ്റെ വീട്ടിൽ നിന്നൊരു GTR അടിച്ചു മാറ്റാനാണ്. നമ്മുടെ താറ് മറഞ്ഞു ഒന്ന്. ഓക്കെ, കുഴപ്പമില്ല. എണീറ്റ് നമ്മുടെ ഓഫ് റോഡ് വണ്ടിയെല്ലാം ഇടയ്ക്ക് മറിഞ്ഞെന്നൊക്കെ ഇരിക്കും, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ബില്യണയറാണോ മില്യണയറാണോ ഒക്കെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. നമുക്ക് ആരുടെയും വീട്ടിൽ പോവാം. ഓക്കെ, നമുക്ക് ആരുടെയും അല്ല, ബില്യണറിൻ്റെ ആ ഒരു വീട്ടിൽ പോവാം. ഓക്കെ, നമുക്ക് ബില്യണറിൻ്റെ വീട് അവിടെയാണ്. നമുക്കൊന്ന് നിരീക്ഷിക്കാം. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള 5 വെപ്പണല്ലേ, പിസ്റ്റൽ, AK, മറ്റേ സ്നൈപ്പർ, റോക്കറ്റ് ലോഞ്ചർ, സ്റ്റിക്കി ബോംബ്. നമുക്ക് ഇപ്പോൾ സ്നൈപ്പറിൻ്റെ ചെറിയൊരു ആവശ്യമുണ്ട്. ഈ സ്നൈപ്പർ എടുത്തിട്ട് നമുക്ക് നോക്കാം. സ്നൈപ്പർ മാത്രമേ കൊടുക്കട്ടെ. ജസ്റ്റ് വണ്ടിയൊക്കെ പോകാണ്ട് നമുക്ക് നൈസായിട്ട്. ഓക്കെ, അവിടെ ഇഷ്ടം പോലെ ഒരു ഗോൾഡൻ കളർ വണ്ടി ഉണ്ട്. അതായിരിക്കും നമ്മൾക്കുണ്ടെങ്കിൽ നിസാൻ GTR. ഓക്കെ, ഒറ്റ ഗോൾഡൻ വണ്ടി 2 കണ്ടാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഓക്കെ, അത് നിസാൻ GTR അല്ലേ? അത് ലംബോർഗിനിയാണ്. പിന്നെ ഒരു സ്പ്ലെൻഡർ, നിഞ്ച, ഇതെന്താണ് ഒരു വണ്ടി മറിഞ്ഞൊക്കെ, ഒരു റേഞ്ചർ റോവർ, ഫോർച്യൂണർ, കോൺസെഗ്, ജെസ്കോ. ബില്യണറാണ് പുള്ളി. അപ്പം നമ്മൾ ഉദ്ദേശിച്ചത് നിസാൻ GTR. ചിലപ്പോൾ പുറകിൽ കാണുമായിരിക്കും. പുറകിൽ ഇന്നത്തെ സെക്യൂരിറ്റി ഒക്കെ വെച്ച്
സെറ്റായിരിക്കും സ്കൂളിൽ. എങ്കിലും നമുക്ക് അറിയത്തില്ല കറക്റ്റ് സെക്യൂരിറ്റിയൊക്കെ ഉണ്ടോയെന്നും. നമുക്ക് വണ്ടി ഫസ്റ്റ് നമുക്ക് അങ്ങ് കൊണ്ടുപോകണ്ട. വണ്ടി നമുക്ക് എനിക്ക് ആകെയുള്ളൊരു ഓഫ് റോഡ് വണ്ടി ഇപ്പോൾ കൊണ്ടിരിച്ചാണ്. ഇടിച്ചില്ല ഡിസ്റ്റൻസിന് ഇപ്പോൾ ഇടിച്ച്. ഓക്കെ, നമുക്ക് ഈ ഒരു വീടിൻ്റെ ഇങ്ങോട്ട് ഇട്ടേക്കാം. ഇങ്ങോട്ട് കയറ്റിയിട്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല. ഇവിടെയൊക്കെ പാർക്ക് ചെയ്യുന്നതിനൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങോട്ടൊക്കെ കയറ്റിയിട്ടേക്കാം. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ വണ്ടി അങ്ങോട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബില്യണറിൻ്റെ വീടിൻ്റെ അപ്പുറത്തോട്ട് പോകണം. ആ ഒരു അപ്പുറത്ത് ചിലപ്പോൾ മിക്കവാറും നിസാൻ GTR. ഓക്കെ, അവിടെ ഒരു ഷെഡിൽ ഷെഡല്ല, ഗരാജാണത്. ചിലപ്പോൾ അതിൽ കാണുമായിരിക്കും ഗൈസ്. അതിൽ അല്ലെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകാനാണ് നമ്മുടെ നിസാൻ GTR. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ നമുക്ക് ഗാരേജിൻ്റെ ഉള്ളിൽ ഇയാൾ നിസാൻ GTR ഓണാക്കി ഇട്ടിട്ട് പോയേക്കുന്നു. ഓക്കെ, ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വില ഇയാൾക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, കോടികൾ. ഓക്കെ, കോടികളൊന്നുമില്ല. ഈ ഒരു വണ്ടിക്ക് ഒരു 1 ലക്ഷം അടിച്ചാൽ മതി ഫുൾ ടാങ്ക്. 1 ലക്ഷം അല്ല, ഒരു 2-3 ലക്ഷമെങ്കിലും വേണ്ടി വരും. നമുക്ക് ഇതിൻ്റെ അകത്ത് കീ ഉണ്ടോ നോക്കാം ഫസ്റ്റ്. ഓക്കെ ഗായ്സ്, ഇത് അൺലോക്ക്. പിന്നെ എങ്ങനെയാണ് ഇയാൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കീ ഇവിടെ എടുത്തിട്ട് പോകേണ്ടതാണ്. ഇത് സ്റ്റാർട്ട് ചെയ്ത് തന്നെയാണ്, എനിക്കറിയത്തില്ല. എന്തായാലും ഇത് കീ ഇല്ല. നമുക്ക് നൈസായിട്ട് ഈ ഒരു വീട്ടിലെല്ലാവരും ഇങ്ങനെ ഉറക്കം വന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സമയം നട്ടുച്ചയ്ക്ക് ചിലവരൊക്കെ ഉറങ്ങും. അതുപോലെ വല്ല ഉറങ്ങി കാണുമായിരിക്കും. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു നമ്മൾ പയ്യെ പോകണം. പിസ്റ്റൽ എടുത്ത് കൈ വെച്ചേക്കാം. അതിൻ്റെ ആവശ്യം വന്നാൽ നമ്മൾ നേരെ ഒരു പിസ്റ്റലും കാര്യങ്ങളൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മുടെ സ്വന്തമൊന്നുമല്ല, നമ്മുടെ ആരുടെയോ വീട്ടിൽ കയറുവാണ്. നൈസായിട്ടൊന്ന് പോയി നോക്കണം. വേണ്ട, അതിൻ്റെ ആ ലോക്കർ തുറന്നു നടക്കുവാണ് തോന്നുന്നു. നമുക്ക് ആ ലോക്കറിൽ കീയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാം. കീ ഇല്ലെങ്കിൽ നമുക്ക് മുകളിലോട്ട് കയറി പോയാൽ നമുക്ക് ഇവിടെ ഫുൾ നോക്കാം. ഈ ഒരു കമ്പ്യൂട്ടർ റൂമിൻ്റെ ഒക്കെ ഇവിടെ കമ്പ്യൂട്ടർ ഇവിടെ ഒന്നും ഇല്ലേ. നമുക്ക് ഈ ഒരു ഇതൊന്ന് തുറന്ന് നോക്കാം. ഒരു സീനകത്ത് നമുക്ക് കീ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ സ്വന്തമാണ്. പിസ്റ്റലും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ചുണ്ട് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും പെട്ടെന്നുള്ളൊരു അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. എന്നത്തേക്ക് അറിയാതെ പോലെ ഒരു ബുള്ളറ്റ് വിട്ടില്ല, അവരെണീക്കും. അവർ ഉറക്കം തന്നെയാണ്, കൺഫേമാണ്. എല്ലാവരും ഇവിടെ ചിലപ്പോൾ അവർ അങ്ങനെയൊന്നും പോകത്തില്ല. വീടിൻ്റെ വണ്ടിയൊക്കെ സേഫാക്കിയിട്ട് പോകും. അങ്ങോട്ടേലും പോകാതാണെ തന്നെ വേറെ വണ്ടി ചിലപ്പോൾ കാണും. ഇത് നമ്മുടെ ക്യാമറയിലോട്ട് നമ്മളിങ്ങനെ വരൽ പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോൾ അതെല്ലാം നോക്കണം. നമ്മുടെ നിസാൻ GTR 5 വണ്ടിയാണ് നമുക്ക് സ്റ്റേ ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ ഇത്രയും പാടാൻ ഏറ്റവും പാടുള്ളതാണ് കേട്ടോ. നമ്മൾ ആദ്യം എടുത്ത ഏറ്റവും പാടില്ലാത്ത അവസാനവും. അല്ല പറഞ്ഞാൽ ഈ ഒരു വണ്ടിയൊക്കെ നമ്മളോട് എത്തുമോ. പക്ഷേ പകരം ക്യാഷ് വേണമെന്നാണ്. നമുക്ക് ക്യാഷ് കൊടുക്കണം, അല്ല ഈ വണ്ടി അയാൾക്ക് കൊടുത്താൽ അത് വേണം. നമുക്ക് അവസാനം പറയാം നമ്മുടെ വീഡിയോയുടെ എന്താകുമെന്ന്. നമ്മുടെ കീയും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ ആദ്യമായിട്ട് നിസാൻ GTR ഗായ്സ് ആദ്യത്തെ വണ്ടി കൊണ്ട് ഇടിച്ച് വലിയ കുഴപ്പമില്ല. ഇയാളെ നൈസായിട്ട് അങ്ങോട്ട് നമ്മൾ സാധാ ഒരാൾ പോകുന്ന പോലെ പോവാം. ഈ വണ്ടിയുടെ കളറൊക്കെ മാറ്റണം. കളറല്ല, ഇതൊരു ഗോൾഡ് വണ്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇയാൾക്ക് മാത്രമൊന്നുമല്ല ഇവിടെ ഗോൾഡ് വണ്ടിയുള്ളത്, നമുക്കുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ സ്റ്റീൽ ചെയ്താണെങ്കിലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഗോൾഡ് വണ്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ നേരെ നമ്മുടെ നിസാൻ GTR എടുത്തപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു. പോലീസൊന്നും അറിഞ്ഞിട്ടില്ല. പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ വീടും വെച്ചുകൊണ്ട് ഭയങ്കര സീനാണ് കേട്ടോ ഇവിടെ മതിൽ. ആരാണ് എന്നോട് പോലും ചോദിക്കാതെയാണ് എൻ്റെ സംഭവം. നമ്മളിത് മേടിച്ച വീടാണ്. ഇത് ബില്യാനാട്ടിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കുറേ പൈസ. ഇതെന്താണ് ഗ്യാസ് കുറ്റിയാണ്. നമ്മൾ രാവിലെ പടക്കം പൊട്ടിച്ചാണ്, ഒന്നും സീനില്ല. ഓക്കെ, നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് നമ്മുടെ വണ്ടി നിർത്താം. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ ബാക്ക് സൈഡിലോട്ട് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. എന്നിട്ട് നമുക്ക് നേരെ നമ്മൾക്ക് പോയിട്ട് ഇങ്ങോട്ട് എന്താണ് ഭയങ്കര ശക്തി പൊടി മരം പെട്ടുന്നാണ്. പേടിക്കണ്ട, ഡോറടഞ്ഞിരിക്കടേ. നമ്മളടുത്ത് ഏത് വണ്ടി പോകും ഗൈസ്. ലൊക്കേഷൻ നമുക്ക് ഇട്ടിട്ടുണ്ട്. ഏത് വണ്ടി പോകാൻ നമുക്ക് റോഡിൽ കാണുന്ന ആരുടെയും വണ്ടി അടിച്ച് മാറ്റാം. പക്ഷെ ഇവിടെ പോലീസ് സോൺ ഏരിയ ആണ്, അതാണ് സീൻ.
പിന്നെ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഒരു ബൈക്ക് പഠിച്ചിരിപ്പുണ്ട്. നമ്മൾ വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? അത് വേണ്ട, ബൈക്ക് എടുക്കണ്ട. ബൈക്കിൻ്റെ ഫേവറേറ്റ് ബൈക്കാണ് നിഞ്ച. ഇവിടെ പെട്ടെന്ന് ആ ഒരു വണ്ടി ഇങ്ങനെ പിടിയുടെ പോലീസ് സ്റ്റേഷൻ അപ്പുറത്തുനിന്ന് കുറച്ച് മാറി നിൽക്കുവാണ്. അപ്പുറത്ത് വണ്ടി ഉണ്ടോ? അപ്പുറത്ത് വണ്ടി നോക്കാൻ നിന്ന് ആ സമയം പോയി ഗൈസ്. ആ വണ്ടി പോയി ഗൈസ്. നമുക്ക് ചിലപ്പോൾ ഓടിയാൽ പിടിക്കാം. അമ്മ പയ്യാണ് കേട്ടോ പോകുന്നത്. ഓക്കെ, നമ്മൾ നേരെ പോവാണ്. ഈ ഒരു വണ്ടിയാണ് സീൻ. എടാ ലംബോർഗിനിക്കാർ ഒരു കാര്യം പറയാണ്ട്. ഇത് നമ്മുടെ സ്ലോ മോഷൻ എടുക്കാൻ പറ്റും നമുക്ക്. പക്ഷേ സ്ലോ മോഷൻ എടുത്തിട്ട് ഒരു കാര്യമില്ല, ഓടിപ്പോയി പിടിക്കണം കഴിച്ച് ടൈം മൊത്തമേ ഉള്ളൂ. അത് സ്ലോ മോഷൻ എടുത്തെടുത്ത് ജസ്റ്റ് മിസ്. ചേട്ടാ എനിക്കൊരു വണ്ടി ഒരു 5 മിനിറ്റത്തേക്ക് ആവശ്യമുണ്ട്. വേണേൽ ചേട്ടാ എൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് വന്നെടുത്തു. എനിക്കിനി ആവശ്യമില്ല ഈ വണ്ടി. അല്ല, എനിക്ക് ആവശ്യമുണ്ട്, ഇപ്പോഴേ ആവശ്യമുള്ളൂ. നമ്മളിത് അവിടെ നിന്ന് ഒരു ലംബോർഗിനി സ്റ്റീൽ കൊണ്ട് നേരെ പോവാണ്. ഈ ലംബോർഗിനി ഇപ്പം നമ്മുടെ ലംബോർഗിനി V2 ആണ്. ഇത് വലിയൊരു ഒരു എക്സ്പെൻസീവ് വണ്ടി അല്ല. പട്ടച്ചവനെ നൈസായിട്ട് റേറ്റ് കൊടുത്തു. സാർ ഞാൻ മാന്യമായിട്ട് പോയിരുന്നു. ഇവൻ എന്താണ് എന്നെ കാണിക്കുന്നത്? നൈസായിട്ട് നമുക്ക് ഓവർടേക്ക് കൊണ്ടുപോകാം. ഓക്കെ, നെക്സ്റ്റ് വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ച് ടാസ്ക് സ്ഥലമാണ്. നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയയിലാണ് അടുത്ത വണ്ടി ഉള്ളത്. നമ്മളിത് അവിടെ നിന്നൊന്നും വണ്ടി ചാടിച്ചിട്ടുണ്ട്. സേഫ് ലാൻഡ് നല്ല സേഫ് ലാൻഡ്. ആ ചേട്ടനോട് നമ്മളിനി എന്ത് പറയാം? ആ ചേട്ടൻ നമ്മുടെ ലൊക്കേഷൻ ഒന്നും കണ്ടുപിടിച്ച് വരാൻ പോയില്ല. അഥവാ പോലീസുകാർ കണ്ടുപിടിച്ചാൽ നമ്മൾ എന്ത് പറയും? ഒരു മിനിറ്റ്. ഒരു ഓടിക്കാരൻ കുറേ നേരം അവിടെ ഒരു കോൺസഗാനോ തെറിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് ആ ഓടിക്കാരനെ ഇടിച്ച് മറച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മളിത് അതെന്താണ് കറങ്ങുന്ന സ്റ്റണ്ടാ? കയറണം, വേണ്ട, ഈ റിസ്ക് എടുക്കണ്ട. നമുക്ക് നൈസായിട്ട് നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഏരിയയിലേക്ക് പ്രവേശിക്കുക, ആ സംഭവം ചെയ്യാം. ഓക്കെ, എനിക്ക് ഇതിൻ്റെ അകത്ത് കയറിയാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാ ഒരാൾ അത്രേ ഉള്ളൂ. നമുക്ക് നേരെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ പാർക്കിംഗ് ആയിട്ടൊരു ഏരിയ ഇല്ല, അതുകൊണ്ട് നമുക്കത് ഇങ്ങോട്ട് അങ്ങ് പാർക്ക് ചെയ്യാം. നെക്സ്റ്റ് വണ്ടി ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നേരെ നോക്കാം ഫുള്ളും കറങ്ങി. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് വെറുതെ ഇറങ്ങി. കുഴപ്പമില്ല, ഇത് ഇവിടെ വണ്ടി നിർത്താം, അകത്തോട്ട് വണ്ടി പ്രവേശനമില്ല. സംഭവം ഇത് ഗെയിമാണ്. എങ്കിലും നമ്മൾ സ്റ്റോറി വീഡിയോ ഒക്കെ ഇടുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഓക്കെ, വണ്ടി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണാതിരിക്കുകയല്ല. നമ്മളെ മറ്റേ ഈ ഒരു കാര്യം ഏൽപ്പിച്ച ഒരു ഓണറും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്. എന്തിനാ നമുക്ക് അറിയത്തില്ല, നമുക്കൊന്ന് ഫോൺ എടുത്ത് നോക്കാം എന്തായാലും. ഓക്കെ, അത് ഓണർ പറഞ്ഞ 4 വണ്ടി ഇവിടെ ഉണ്ടെന്നോ? നമ്മൾ ഇതുവരെ വണ്ടിയൊന്നും കണ്ടില്ല. അടാ ഇരിക്കുന്ന വണ്ടി സുപ്ര, ഫെരാരി, മസ്താങ്, അതേതാണ് കാറ്? ഓക്കെ, എടാ ടാർസൻ കാറ്. എൻ്റെ മൂന്ന് നമ്മളിത് 4 വണ്ടി എങ്ങനെയല്ല നമുക്ക് ഇവിടെ നിന്ന് എടുക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് എങ്ങനെയും എടുക്കാൻ വേണ്ടി ഇവിടെ എവിടെയായാലും എന്തായാലും ഇത് കൺസ്ട്രക്ഷൻ ട്രക്ക് കാണും. അതാകുമ്പോൾ 2 ട്രിപ്പ് കൊണ്ടുവന്നാൽ മതിയല്ലോ. നമുക്ക് നേരെ ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ ട്രക്കും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടോ നോക്കാം. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. നമ്മൾ അവിടെ ഒരു ട്രക്ക് നമ്മൾ കണ്ടായിരുന്നു നേരത്തെ. ആ ട്രക്കും കാര്യങ്ങൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് വരെ ട്രക്ക് അങ്ങ് കൊണ്ടുപോവാണ്. കാരണം ഒട്ടും ടൈമില്ലേ. നമ്മൾ ഞാൻ പറയാൻ പറഞ്ഞേ, നമ്മൾ എത്രയാണ് 0-12 അടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തോട്ട് വിളിക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രക്ക് കിട്ടും. അതിൻ്റെ അകത്ത് മെയിനായിട്ട് തൊള്ളയായിരുന്നു. നമ്മളിത് സ്കിപ്പ് ചെയ്തൊന്നും പറ്റില്ല. പെട്ടെന്ന് നമ്മൾ ട്രക്ക് എടുത്ത് അത്രേ ഉള്ളൂ. സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞതാണ് ഞാൻ സൈഡിലോട്ട് നോക്കിയത്. അതൊന്നും നമുക്കിപ്പോൾ പ്രശ്നമല്ല. നമുക്കത് പെട്ടെന്ന് തന്നെ 4 വണ്ടിയെങ്കിൽ 4 വണ്ടി ലോഡ് ചെയ്യാം ഇതിലോട്ട്. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് ലോഡ് ചെയ്യാം. എന്താണിത്? ഓക്കെ, നമ്മളിത് അങ്ങനെ നമ്മുടെ സ്വന്തം എല്ലാ കാറും സ്പോൺ ചെയ്തിട്ടുണ്ട്. സ്പോണല്ലാതെ നമ്മുടെ സ്റ്റീൽ ചെയ്തിട്ടുണ്ട്.
നമ്മുടെ ഈ ടെക്സ്റ്റനാർ മഹേന്ദ്ര താറിൻ്റെ കളർ മാറ്റി, അതുപോലെ നമ്മുടെ ട്രക്കും കൂടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ 5 വെഹിക്കിൾസിൽ ഇത് നമ്മൾ നിരത്തിയിട്ടുണ്ട്. നമ്മുടെ സുപ്ര, ഫെരാരി, ടാർജൻ, മസ്താങ്ക്, മറ്റേ ഇത് GTR എല്ലാം നിരത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ അടുത്തൊരു നമ്മൾ പഴയൊരു കാർ നമ്മൾ 5 എണ്ണം ഉപയോഗിക്കാതെ അടുപ്പുണ്ടായിരുന്നു. അതിൻ്റെ നമ്പർ പ്ലേറ്റ് എടുത്തിട്ട് ഇത് അതിൻ്റെ അകത്തോട്ട് എടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ടെന്ന്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ 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 ബൈ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കണ്ട, അമൻ ഷാലി. ഓക്കെ.